ആണ്. ഇവിടുന്ന് കൊളത്തൂരിൽ നിന്ന് 1, 2, 3 ബസ്സുകൾ മാറി കയറി ഇറങ്ങി മലപ്പുറം ജില്ലയിൽ ഒരു ക്ഷേത്രത്തില് പ്രഭാഷണത്തിനെത്തി. ഇത്രയും യാത്ര ചെയ്ത് എത്തിയതാ. കലശലായിട്ട് മൂത്രമൊഴിക്കണം എന്ന് വലിയ നിർബന്ധമുണ്ട്. എത്തിയ ഉടനെ ക്ഷേത്രത്തിന്റെ പുറത്ത് ആ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും നിൽക്കുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, ലോഹ്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ആവാം, ഒരു മഗ്ഗിൽ കുറച്ച് വെള്ളം തരുമോ, ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ഉടനെ തന്നെ അയാൾ ഓടിപ്പോയി ഒരു പാട്ടയില് വെള്ളം തന്നു. ഞാൻ ഈ വെള്ളം എടുത്ത് ദൂരത്തേക്ക് പോവുക. അപ്പൊ അവര് പരസ്പരം പറയുക, ഇയാള് മാപ്പിളയാണോ? അത് ഞാൻ കേൾക്കുക. ഇതേ വാക്കുകളാണ്. അപ്പൊ മൂത്രമൊഴിച്ചാൽ ശൗചം ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു സമൂഹത്തോട് അവര് മരണാനന്തരം ഹിന്ദുവിന് കർമ്മങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് മറുപടി പറയാനാ? ഇന്നത്തെ വീഡിയോ പുരുഷന്മാർക്ക് വേണ്ടിയാണ്. ഇന്ന് ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നു. 20 വയസ്സുള്ള മെയിലാണ്. കംപ്ലൈന്റ് വേറെ ഒന്നല്ല, ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ചൊറിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങൾ 3rd ഇയറിൽ പഠിക്കുന്ന സമയത്ത് സർജറി സബ്ജക്ട് ഉണ്ട്. അത് കൈകാര്യം ചെയ്തിരുന്നത് ഒരു അലോപ്പതി സർജൻ ആയിരുന്നു. അദ്ദേഹം നമ്മളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ 7 വയസ്സിനുള്ളിലായിട്ട് സർക്കംസിഷൻ ചെയ്യണമെന്ന്. സാർ ഒരു ബ്രാഹ്മണായിട്ട് പോലും സാർ ഇങ്ങനെ പറയാനുണ്ടായ കാര്യം വേറൊന്നല്ല, അദ്ദേഹത്തിന്റെ 40 വർഷത്തെ സർജിക്കൽ എക്സ്പീരിയൻസിൽ ഇതുവരെ ഒരു മുസ്ലിമിന് പെനിസിന് ക്യാൻസർ വന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല. ഈ പെനിസിന് വരുന്ന ക്യാൻസറും സർക്കംസിഷനും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞുതരാം. സർക്കംസിഷൻ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മളുടെ ലിംഗത്തിന്റെ അറ്റത്തുള്ള സ്കിന്ന് കട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആ സ്കിന്ന് കട്ട് ചെയ്യാത്തിടത്തോളം അതിന്റെ ഉള്ളില് സ്മെഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴുവഴുപ്പുള്ള വെളുത്ത പാട പോലത്തെ ഫ്ലൂയിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇത് നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സ്കിന്നിന്റെ ഇടയിൽ മൂത്രം തങ്ങി നിന്നിട്ട് ഈ സ്മെഗ്മയായിട്ട് മിക്സ് ആയിട്ട് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും, ചൊറിച്ചിലുണ്ടാക്കും, ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അങ്ങനെ ഭാവിയിൽ മെല്ലെ മെല്ലെ ചിലപ്പോൾ അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളോട് സർക്കംസിഷൻ ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിംഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അതിനു വേണ്ടിയിട്ട് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ലിംഗത്തിന്റെ അഗ്രഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക. കുളിക്കുന്ന സമയത്ത് ലിംഗത്തിന്റെ അഗ്രഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക. അത് വാഷ് ചെയ്തില്ല എങ്കിൽ ദുർഗന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇൻഫെക്ഷൻ ഉണ്ടാവും, ചിലപ്പോൾ അത് UTI ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി അതൊന്നുമല്ല, നിങ്ങളിത് വൃത്തിയിൽ കൊണ്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് പങ്കാളിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇതുവഴി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മെയിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.